റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കല്ലമ്പലം MDMA കേസിൽ സിനിമാ താരങ്ങൾ ചോദ്യമുനയിലേക്ക്. സഞ്ജുവിൽ നിന്ന് രാസലഹരി വാങ്ങിയ യുവനടന്മാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഒമാൻ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നു. ഇന്നലെ എയർപോർട്ടിലടക്കം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കേസിൽ ഇതുവരെ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ ചേരുന്ന വിവരങ്ങളുമായി. അശ്വിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോൺ സഞ്ജു കൊണ്ടുവരുന്ന ലഹരി മരുന്നുകൾ അത് ആർക്കാണ് എത്തിച്ചിരുന്നതെന്നാണ്. സിനിമയിലെ പ്രധാന താരങ്ങൾ വരെ രാസലഹരി ഇയാളിൽ നിന്നും വാങ്ങിയിരുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യ കണ്ണികളെയൊക്കെ സ്കെച്ച് ചെയ്തിരിക്കുന്നു പോലീസ്, അല്ലേ? വിനിത, തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഈ MDMA കൊണ്ടുവന്നത് ആർക്കായിരുന്നു, എന്തിനാണ് കൊണ്ടുവന്നത്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ ഈ സിനിമാ താരങ്ങളുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് വലിയ തരത്തിൽ ഒരു തെളിവ് പോലീസിന് ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ സഞ്ജുവിന് സിനിമാ താരങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് അന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് കുറച്ചുകൂടി വ്യക്തത വരണമായിരുന്നു. ആ ഒരു ദിശയിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് യുവനടന്മാരാണ് പ്രധാനമായും സഞ്ജുവിൽ നിന്ന് ഈ MDMA വാങ്ങിയിരുന്നത് എന്നൊരു കാര്യം പോലീസ് തെളിവ് ലഭിക്കുന്നത്. പ്രധാനമായും സഞ്ജുവിന്റെ ഫോൺ പരിശോധനയിൽ നിന്നുമാണ് യുവനടന്മാരും നടിമാരും അതുപോലെ തന്നെ ചില പ്രമുഖ നടന്മാരും സഞ്ജുവിൽ നിന്ന് പലപ്പോഴായി ഈ MDMA വാങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയും ആ ഒരു ദിശയിലേക്ക് അന്വേഷണം മാറുകയും ചെയ്തിട്ടുള്ളത്. ഈ ഓരോ നടന്മാരെയും സഞ്ജുവിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നടന്മാരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ ഓരോ നടന്മാരെയുമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേരും ഒന്നിച്ചിരുത്തിയായിരിക്കും ചോദ്യം ചെയ്യൽ എന്നുള്ളതും മനസ്സിലാക്കുന്നു. മാത്രമല്ല, വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ വിമാനത്താവളത്തിനുള്ളിൽ നിന്നും ഈ MDMA പുറത്തേക്ക് എത്തിച്ചിരുന്ന ആളെ, പ്രസാദ് എന്ന നേമം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ ബാഗേജിൽ നിന്നുമാണ് ഈ MDMA കടത്താൻ ഉപയോഗിച്ചത്. അതായത് ഈ MDMA അടങ്ങിയ ലഗേജ് ഉണ്ടായിരുന്നത് ഇയാളുടെ പ്രസാദിന്റെ പേരിലാണ്. ഈ പ്രസാദ് ഡോൺ സഞ്ജുവും സുഹൃത്തുക്കളാണ്. മാത്രമല്ല, ഇയാൾക്ക് പുറത്ത് വിദേശത്തെ മദ്യ കച്ചവടത്തിലടക്കം ഇരുവരും പങ്കാളികളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ സഞ്ജുവിന് കുടുംബത്തിനും നെറ്റ്വർക്ക് ഉള്ള ആളാണ് സഞ്ജു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. ഇയാളുടെ വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നു. ഈ സിനിമാ താരങ്ങൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച സൂചനകൾ എന്തെങ്കിലും പോലീസ് നൽകിയിട്ടുണ്ടോ? ഇവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണോ തീരുമാനം? പിന്നെ നിലവിലിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പേരുകൾ പുറത്തുവിടില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണമായി ഇവർ പറയുന്നത്, പേരുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്, പിന്നീട് ഇത് കേസന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പേരുകൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ സഞ്ജുവിന്റെ മൊബൈലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിൽ പുറത്തു വന്ന ചിത്രങ്ങളിലെ പ്രമുഖ നടന്മാരടക്കമുണ്ട്. പല ചിത്രങ്ങളും പോലീസ് ഇതിനോടകം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നേരത്തെ വന്ന യുവതാരങ്ങളെ അടക്കം ഇത്തരത്തിൽ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെ കല്ലമ്പലം CI ആയിരുന്നു ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്നെങ്കിലും ഇതിന്റെ ഗ്രാവിറ്റി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ വർക്കല ഡിവൈഎസ്പിയാണ് ഈ കേസ് പരിശോധിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ അതായത് മുഖ്യ കണ്ണികളെല്ലാം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരായി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് അവലംബിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പ്രതികളെ മനസ്സിലാക്കുകയും അവരെ ഇത്തരത്തിൽ വ്യക്തമാണ്. ഡോൺ സഞ്ജുവുമായി ബന്ധപ്പെട്ട കണ്ണികൾ ആരൊക്കെയാണെന്ന് പോലീസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ സിനിമാ താരങ്ങൾ ഉണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ഇവരാരൊക്കെയാണ് എന്നത് വരും ദിവസങ്ങളിൽ പോലീസ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമ്പോൾ ഏതായാലും വെളിപ്പെടുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഡോൺ സഞ്ജുവിന്റെ കണ്ണികൾ, വലകൾ അത് നീളുന്നത്, നെറ്റ്വർക്ക് നീളുന്നത് പല പ്രമുഖരിലേക്കുമാണ് എന്നുള്ളതാണ് അശ്വിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക്